ഹലോ, 100 പുഷപ്പ് 90 ഡേയ്സ് ചലഞ്ച്. ഇപ്പോൾ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് പലരും കേട്ടിട്ടുണ്ടാവും, പലരും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മളതൊക്കെ മാറ്റി നിർത്താണ് നമ്മൾ നേരെ നമ്മളെ പരിപാടിയിലേക്ക് കടക്കണം. അതായത് 100 പുഷപ്പ് വീതം 90 ദിവസം ചെയ്യാം. ഞായറാഴ്ച മാത്രം റെസ്റ്റ്, എല്ലാ സൺഡേ റെസ്റ്റ്, ബാക്കി 90 ദിവസം അടുപ്പിച്ച് ചെയ്യാം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, ഒരു ലീവുമില്ല, യാതൊരു പരിപാടി. ഇനിയിപ്പോൾ ടൂറ് പോയാലും ശരി, ടൂറ് പോയാലും ചെയ്യാം. 50 രാവിലെയും 50 രാത്രിയും. സിമ്പിളാണ്. 10 അടിക്കാൻ പറ്റും. 10 10 അടിക്കുക. രാവിലെ 10 5 അടിക്കുക, രാത്രി 10 5 അടിക്കുക. അതല്ല 20 അടിക്കാൻ പറ്റുന്ന ആളാണ് 20 5 സെറ്റ് അടിച്ചാൽ 100 ആയി. 100 മിനിമമാണ്. മിനിമം 100 100 കൂടുതലൊക്കെ ചെയ്യാൻ നോക്കും. 110 120 130 150 200 ആയിട്ട് ചെയ്യാം. പക്ഷെ 100 നിർബന്ധമായി അടിച്ചോളണം. ഇതാണ് നമ്മുടെ ചലഞ്ച്. പിന്നെ മാത്രമല്ല, ഈ ഓരോ ദിവസവും നിങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്യാം. കലണ്ടറിൽ ഇപ്പൊ 100 ആണെങ്കിൽ 100 അടിക്കാം. 100 പുഷപ്പ് ആണെങ്കിൽ അതിന്റെ കൂടെ വേണമെങ്കിൽ ബോണസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ചെയ്താൽ അത്രയും ബോണസ് നല്ലത്. അതൊരു ബോണസ് ആയി കാണാം. പിന്നെ 100, പിന്നെ പിറ്റേ ദിവസം 110, 150, അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പുഷപ്പ് കലണ്ടറിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന ടോട്ടലി ഡിഫറെന്റ് ആക്കി 90 ദിവസത്തിന് ശേഷം. പറ്റുന്ന ആളുകൾ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ശരീരത്തിന്റെ. 90 ദിവസം കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ദിവസം ബ്രേക്ക് അയച്ചു. ഇപ്പൊ ഇന്ന് തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ വർക്കൗട്ടാണ്, 90 ഡേയ്സ് ചാലഞ്ചിലാണ്. നമ്മൾ ചൊവ്വാഴ്ച ചെയ്തില്ലേ വീണ്ടും നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ 10 20 അയക്കുന്നുണ്ടാവാം. പക്ഷെ അതിലൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് നമ്പർ 1 ഒന്നാമത്തെ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇത് അതായത് ഇത് എവിടെ പോലും ചെയ്യാം. നമുക്ക് ചെയ്യാതിരിക്കരുത്. അതായത് ഇപ്പൊ നമുക്ക് ഇത് റൂമിൽ നിന്ന് ചെയ്യാം. നമുക്ക് ബാത്റൂമിൽ നിന്ന് വരെ പുഷപ്പ് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്കിപ്പോ ഡ്യൂട്ടി സമയത്താണെങ്കിൽ, ഓഫീസിൽ നിന്നൊക്കെ ആണെങ്കിൽ ഓഫീസിൽ നിന്ന് ചെയ്യാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ചെയ്യാം. പുഷപ്പ് അടിക്കുമ്പോൾ അധികം വേർക്കൊന്നുമില്ല. 10 അടിച്ച് റിലാക്സ് ചെയ്ത്, അങ്ങനെ 10 അടിച്ച് റിലാക്സ് ചെയ്യാം. പക്ഷെ ഓഫീസിലൊന്നും അടിക്കാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു സാധ്യതകൾ പറയണം. എവിടുന്നും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ പുഷപ്പ് എന്നുള്ളത്. അപ്പൊ ഇത് രാവിലെ 50 രാത്രി 50 ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നല്ല ഫിറ്റായി മാറും. പിന്നെ കുറെ സംഭവങ്ങൾ ഇതിലുള്ള അതൊക്കെ നമുക്ക് വിടാം. അതൊന്നും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കടക്കുന്നില്ല. ഇപ്പൊ നമ്മള് 100 പുഷപ്പ്, ഡെയിലി 100 പുഷപ്പ് 90 ഡേയ്സ് ചാലഞ്ച് മാത്രം ഇപ്പൊ വെക്കുന്നത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോ ആ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി 100 വെച്ചിട്ട് 100 കൂടുതൽ ചെയ്യുന്നുണ്ട് ഡെയിലി. 90 ഡേയ്സ് നമ്മളെ ചാലഞ്ച്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളും പങ്കെടുക്കുക. ഓക്കെ. പിന്നെ നല്ല ഫുഡ് കഴിക്കണം. നല്ല ഭക്ഷണം അതിന്റെ കൂടെ കഴിച്ചാൽ മാത്രമേ ബോഡിക്ക് നല്ലൊരു ഫിറ്റ് വരുള്ളൂ. നമ്മൾ വെറും വർക്കൗട്ട് മാത്രം ചെയ്തൊരു കാര്യമില്ല. നല്ല ഭക്ഷണവും നല്ല ഉറക്കവും വേണം. ഓക്കെ. ഇപ്പൊ നമ്മൾ കുംഫു ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഒന്ന് രാത്രി കൈമ്പണ്ണം ചെയ്യാൻ ഇപ്പൊ ഞാൻ ചെയ്യിപ്പിക്കും. ഒട്ടുമിക്ക ദിവസങ്ങളും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ 50 100 ആയിട്ട് ചെയ്യാം. രാവിലെ അതേമാതിരി ജോലിക്ക് പോകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യാം. പിന്നെ ഓരോ പാരന്റ്സിനൊക്കെ വേണമെങ്കിൽ അത് ഓർക്കും ഫോളോ അപ്പ് ചെയ്യാം. 100 പുഷപ്പ് എടുക്കുക. അത് 2 ടൈപ്പ് പുഷപ്പ് ഉണ്ട്. നിക്കിൾ പുഷപ്പ് എടുക്കുക. നിക്കിൾ പുഷപ്പ് നമ്മളെ കുംഫു ക്ലാസ് വരുന്ന എല്ലാവർക്കും അറിയാം. നിക്കിൾ പുഷപ്പ് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പുഷപ്പ്. പിന്നെ ലേഡീസിനാണെങ്കിൽ ചില ലേഡീസിനൊന്നും ചിലപ്പോ ഇങ്ങനെ അപ്പർ ബോഡി പവർ ഉണ്ടായി നോക്കണില്ല. അപ്പൊ അവർക്ക് മുട്ട് കുത്തിയിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ കുറച്ച് പുഷപ്പ് ചെയ്തതിന്റെ ഒരു കലണ്ടർ നോട്ട്സ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് വീഡിയോന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 13-ാം തീയതി 60 എന്നാണ് കാണുന്നത്. പിന്നെ 14-ാം തീയതി വെള്ളിയാഴ്ച 70 പിന്നെ 100 110, പിന്നെ 202, പിന്നെ 100 120 100 112, പിന്നെ 60, പിന്നെ ഒരു 22 പുള്ളപ്പും. പിന്നെ ഇവിടെ 132 120 112, ഇവിടെ 112 112. പിന്നെ ഇത് ടെസ്റ്റ് ആയിരുന്നു, നമ്മളൊരു ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് പുഷപ്പ് പിടിക്കാൻ പറ്റിയില്ല. അന്ന് കുറെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ബോഡി നല്ല പണി കിട്ടിയിരുന്നു. അതിനുശേഷം 1 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ റെസ്റ്റ്, പിറ്റേന്ന് റെസ്റ്റ്. പിന്നെ 1-ാം തീയതി മാർച്ച്
മാർച്ച് സ്റ്റാർട്ട് ചെയ്തു. 140, 110, 120 അങ്ങനെ 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 പോകുന്നുണ്ട്. പിന്നെ ഇതാ സൺഡേ റെസ്റ്റ് എടുത്ത് പിന്നെ ഇന്നലെ തിങ്കൾ, ഇപ്പം ഇന്ന് രാവിലെ ഒരു 9 കഴിഞ്ഞു. ഈ ബാക്കി ഞാൻ രാത്രി എടുക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇത് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നിക്കിൾ പുഷപ്പിന്റെ കുറച്ച് രീതികൾ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് നിക്കിൾ പുഷപ്പ് എല്ലാവർക്കും അറിയിക്കും. പക്ഷേ ഇത് യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. കൈ മടക്കി വെക്കുക, എന്നിട്ട് എന്താക്കുക, നമ്മൾ ബോഡീൻ്റെ സൈസ് അനുസരിച്ച് വെക്കുക. കാല് അടുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കാല് കുറച്ച് വൈഡ് വെച്ചോ പല ടൈപ്പിൽ ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് 1, 2, 3. ഓക്കെ, ഇത് നിക്കിൾ പുഷപ്പിന്റെ രീതിയാണ്. ഇനി അതല്ല, ഇത് ചെയ്യാൻ പറ്റാത്ത ചില ആളുകളുണ്ടാവും. അതായത് പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇപ്പൊ അപ്പർ ബോഡി പവർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവരെന്തൊക്കെ ചെയ്യിച്ചാൽ മുട്ട് കുത്തി ചെയ്യാം. മുട്ട് കുത്തിയിട്ട് കാലിനെ ക്രോസ് ആക്കി വെച്ചിട്ട് പാമിൽ, അതായത് ഇതിൽ നിന്നിട്ട് കറക്റ്റ് അടിച്ച് എണീക്കുക. ഓക്കെ, ഇനി നിക്കിൾ പുഷപ്പ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് പാം പുഷപ്പ് ചെയ്യാം. ഓക്കെ, പല ടൈപ്പ് പുഷപ്പുകൾ ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലാണ് ഞാൻ ഒരു ഇത്ര കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് തോന്നൽ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താക്കുക, അതിൻ്റെ മുകളിൽ എന്താക്കുക, ഇതിൽ നിന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഇതുപോലെ ടേബിളിന്റെ മുകളിൽ കാല് കെട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 100 പുഷപ്പ് എങ്ങനെ ആയാലും അടിക്കുക. അത് ഇങ്ങനെ ആയാലും ശരി ഇങ്ങനെ ആയാലും ശരി കറക്റ്റ് അടിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പൊ നോമ്പുകാർ എന്ത് ചെയ്യുന്നുള്ളത്? നോമ്പുകാർ സിമ്പിളാണ്. അപ്പൊ നോമ്പിലാണ് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. രാവിലെ അതായത് അത്താഴത്തിന് മുമ്പേ 5:15 5 അത്താഴം. അപ്പോൾ ഇന്ന് 4 മണിക്ക് എണീക്കുക, ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് നോമ്പ് പിടിക്കുക. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് തറാവിക്ക് പോയി തറാവിക്ക് കഴിഞ്ഞ് വന്നിട്ട് സമയത്ത് അരമണിക്കൂർ വേണ്ട, അരമണിക്കൂർ ചെയ്ത് നല്ലത്. 10 അവിടെ ഈ സമയം, ഈ 2 സമയത്ത് നോമ്പുകാർക്ക് എന്താക്കാം, ഈ ചലഞ്ച് ചെയ്യാം. ഓക്കെ,